അങ്ങനെ നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയം വീണ്ടും കലങ്ങി തെളിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ ഓണ്ട അട്ടഹാസത്തിലേക്ക് പോവുകയാണ്. 2 വർഷം മാത്രം പ്രായമുള്ള വിജയ് തമിഴ് വെട്രി കഴകം TVK അധികാരത്തിൽ വന്നു. TVK അധികാരത്തിൽ വന്നത് കോൺഗ്രസിൻ്റെ കൂടെ സപ്പോർട്ടോടു കൂടിയാണ്. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോട് കൂടുന്ന TVK കോൺഗ്രസിനെ എല്ലാ കാലത്തും കൂടെ നിർത്താൻ വേണ്ടി TVKക്ക് കൂടി ജയിക്കാൻ പറ്റുന്ന ഒരു രാജ്യസഭാ സീറ്റ് കിട്ടിയപ്പോൾ അത് കോൺഗ്രസിന് കൊടുക്കണം. അങ്ങനെ രാഹുൽ ഗാന്ധിയെ വിജയ് പോക്കറ്റിലാക്കി. എന്നാൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ വിജയിയെ പോക്കറ്റിലാക്കാനുള്ള പണി രാഹുൽ ഗാന്ധിയിൽ ഉള്ളത് കൊണ്ട് ഇന്ത്യ മുന്നണിയിൽ എടുക്കാൻ പോകുന്നു 8-ാം തീയതി. അങ്ങനെ 8-ാം തീയതി നടക്കുന്ന ചർച്ചയിൽ ഇന്ത്യ മുന്നണിയിലേക്ക് പോവുകയാണ് TVK വിജയ്. അതിനിടയിലാണ് തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ പറയുന്നു കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചു, ഞങ്ങൾ ഇനി സ്വതന്ത്രമായ പാർട്ടിയായി നിൽക്കുമെന്ന് അവർ പറയുന്നു. ഇതിനിടയിൽ BJPയുമായി തത്വാധിഷ്ഠിതമായ നിലപാടുകൾ എടുക്കാം ഞങ്ങൾ എന്നുള്ള നിലയിലേക്ക് ആര് വരുന്നു? DMK വരുന്നുണ്ട്. നല്ല രസമാണ് തമിഴ്നാട് രാഷ്ട്രീയം. അത് കഴിഞ്ഞ് അണ്ണാമല ഇന്നലെ വരെ പറഞ്ഞിരുന്നത് എല്ലാ ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും വന്നത് വാർത്തകളായി വന്നത് അണ്ണാമല ഡൽഹിയിലുണ്ട്, അമിത്ഷായെ കാണുന്നു, നരേന്ദ്രമോദിയെ കാണുന്നു, നിതിൻ ബബിനെ കാണുന്നു, ഒരു കാരണവശാലും അണ്ണാമല പുറത്തു പോവില്ല. അണ്ണാമല വർദ്ധിച്ച വീര്യത്തോടുകൂടി കേന്ദ്രത്തിൽ മന്ത്രിയോ കേന്ദ്രത്തിലെ ജനറൽ സെക്രട്ടറിയോ ഒക്കെ ആകുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് അണ്ണാമല രാജിക്കത്ത് കൊടുത്തതായി കേന്ദ്രത്തിൽ നിന്ന് പ്രസ് റിലീസ് പോയിട്ടുണ്ട്. അപ്പോൾ അണ്ണാമല രാജിവെച്ചു. അണ്ണാമല പുതിയ തമിഴ് മക്കൾ മണ്ഡലം എന്ന ഒരു ലേബലിൽ പാർട്ടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുന്നു. ഇത് വിജയിയെ സഹായിക്കും ഒരു പരിധിവരെ. വിജയിയുടെ മുന്നണിയിൽ ചേരുമോ? അങ്ങനെയാണെങ്കിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയിലേക്ക് അണ്ണാമലയും കൂടെ എത്തുകയാണ്. അണ്ണാമല ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി കോൺഗ്രസിൽ ചേരുമോ? അതൊരു ചോദ്യമുണ്ട്. ഇന്ത്യ മുന്നണിയിലേക്ക് മക്കൾ മണ്ഡലമായിട്ട് വരുമോ? വിജയിയുടെ പാർട്ടിയായിട്ട് വരുമോ? അതോ വിജയിയുടെ കൂടെ മന്ത്രിയായി ആഭ്യന്തരമന്ത്രിയോ മറ്റുമായി വിജയിയുടെ കൂടെ കൂടുമോ? ഇതൊന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാര്യം ഓരോ ദിവസം കഴിയുന്നതോറും തമിഴ്നാട് രാഷ്ട്രീയം കൃത്യമായി അഗ്നിപർവ്വത സ്ഫോടനം പോലെ, ലാവ പുറത്തു വരുന്ന പോലെ കൃത്യമായി തിളച്ചു മറിയുകയാണ്. സ്റ്റാലിൻ്റെ യുഗം ഏകദേശം അവസാനിച്ചു. ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത്. സ്റ്റാലിൻ യുഗം അവസാനിച്ചു. സ്റ്റാലിനിസം എന്നൊക്കെ പറയുന്ന പോലെ തമിഴ്നാട് സ്റ്റാലിനിസം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. സ്റ്റാലിൻ്റെ ഒരു യുഗം അവസാനിച്ചു. അണ്ണാദുരൈയുടെ യുഗത്തിലാണ് തുടങ്ങിയത്. അതിനു മുമ്പേ കാമരാജായിരുന്നു തമിഴ്നാട് കണ്ടിട്ടുള്ള, ഇന്ത്യ കണ്ടിട്ടുള്ള ഇന്ദിരാഗാന്ധിയുടെയൊക്കെ ഗുഡ് ബുക്കിലുണ്ടായിരുന്ന വളരെ അവസാനം കാമരാജ് മരിക്കുമ്പോൾ 2 പെട്ടിയും 4 ജുബയും 2 മുണ്ടും ഒരു കുറച്ച് ഡയറിയും വായിക്കാൻ 4-5 പുസ്തകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്ന അത്രയ്ക്ക് ലാളിത്യത്തിൻ്റെ ഒരു മകുട ഉദാഹരണമായിരുന്ന കാമരാജ് ഉണ്ടായിരുന്നു. പിന്നെ കാമരാജ് കോൺഗ്രസ് ഉണ്ടാക്കി തമിഴ്നാട് ആകെ ജഗപുകയായി. അതിനുശേഷം ഇപ്പോൾ വളരെ കൃത്യമായി തമിഴ്നാട് രാഷ്ട്രീയം മാറിമറിയുകയാണ്. ഈ മാറിമറിച്ചിലിൽ വളരെ വലിയ ഒരു ബന്ധമാണ് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്നത്. അതിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ചാൽ വളരെ രസകരമാണ്. നമ്മുടെ അണ്ണാമല പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വിജയിയുടെ പാർട്ടിയുമായി സഖ്യത്തിൽ വരുന്നു. മാത്രമല്ല നമ്മുടെ ഉദയനിധി സ്റ്റാലിൻ വളരെ കൃത്യമായി അവിടെ നിന്ന് കോൺഗ്രസിനെ പറഞ്ഞു വിടുന്നു. അപ്പോൾ CPM-ഉം കോൺഗ്രസും ലീഗും SDPIയും അടക്കമുള്ള പാർട്ടികളെല്ലാം കൂടി ഉണ്ട്. SDPI അവിടെ ഇവരുടെ കൂടെയാണ്, ഈ സ്റ്റാലിൻ്റെ മുന്നണിയിലാണ്, DMK മുന്നണിയിലാണ്. അതേസമയം മുസ്ലിം ലീഗും അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയും CPM-ഉം കോൺഗ്രസും CPIയും ഇവരെല്ലാം കൂടി ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിൽ വിജയിയെ ഒപ്പിച്ചെടുത്ത് വിജയ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ ശക്തമാകുന്നു. അത് ശക്തമാകുമ്പോഴാണ് BJP കോൺഗ്രസുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് ഉദയനിധി സ്റ്റാലിൻ പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ അണ്ണാമലയുടെ രംഗപ്രവേശം വരുന്നത്. അണ്ണാമല രജനീകാന്തിനെ കൂടി കയ്യിൽ പിടിച്ചിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയമായി മാറും. ഇനി ഭാവിയിൽ തമിഴ്നാട് രാഷ്ട്രീയം ADMK DMK രാഷ്ട്രീയം തീരുകയും BJP ദേശീയ തലത്തിലുള്ള പാർട്ടി എന്നുള്ള നിലയിൽ തമിഴ്നാട്ടിലും കാണും, അവർ ചെറിയ സംഘമായി കാണും. പക്ഷേ അണ്ണാമലയുടെ പാർട്ടിയും വിജയുടെ പാർട്ടിയുമായി ഭാവി മാറുമോ തമിഴ്നാട് രാഷ്ട്രീയം എന്നുള്ളതും വളരെ രസകരമാണ്. കാരണം ഇങ്ങനെ യുഗചർച്ചകൾ നടക്കും. ഓരോ യുഗങ്ങൾ വരുമ്പോൾ 10 വർഷം 20 വർഷം 30 വർഷം 40 വർഷമൊക്കെ വരുമ്പോൾ യുഗങ്ങൾക്ക് അന്ത്യമുണ്ടാകും. പരമാവധി ഇന്ത്യയിൽ 30 വർഷത്തിനപ്പുറം ഒരു യുഗവും പോയിട്ടില്ല. ഇന്ദിരാഗാന്ധി യുഗമാകട്ടെ 77-ൽ അവസാനിച്ചു. പിന്നെ അത് കഴിഞ്ഞ് 77 വന്ന ജനതാദൾ യുഗം എല്ലാം കൂടി 87 തൊട്ട് 2000 ആയപ്പോൾ അത് അവസാനിച്ചു. പിന്നെ BJP വന്നു. ഇപ്പോൾ ഒരു BJP യുഗമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ അതും മാറി അടുത്ത യുഗം വരും. ഇങ്ങനെ മമതാ ബാനർജിയുടെ യുഗം കഴിഞ്ഞു. പിന്നെ ചിലതിന് 5 വർഷം ആയുസുള്ളൂ. പക്ഷേ 5 വർഷം ആയുസെന്ന് പറഞ്ഞാൽ യുഗം എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു 15 വർഷമൊക്കെ ആണെങ്കിലാണ് യുഗം പറയാൻ. എന്തായാലും യുഗപ്പിറവി പുതുതായിട്ട് വരുന്നു. കേരളത്തിൽ തന്നെ 10 വർഷം നിന്ന ഇടതുപക്ഷം പുറത്തു നിൽക്കുകയാണ്.
കോൺഗ്രസ്സാണ് അകത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ മുന്നണികളും മാറി മാറി വരുന്നു, പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വരുന്നു, പുതിയ കാഴ്ചപ്പാട് വരുന്നു. അപ്പോൾ തമിഴ്നാട്ടിന് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ അണ്ണാമലയുടെ പാർട്ടിയും അവിടെ ഉയർന്നു വരുന്നു. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസ്താവന വന്നു കഴിഞ്ഞു, ഒരു കാരണവശാലും നമ്മൾ ഇനി എവരുമായി, അതായത് കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ല. ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധി കൃത്യമായ സർജിക്കൽ സ്ട്രൈക്കുമായിട്ട് വന്ന് 8-ാം തീയതിയിലൂടെ, ഇപ്പം 5 8-ാം തീയതിയിലൂടെ മീറ്റിങ്ങോട് കൂടി വിജയിയെ ഇന്ത്യ മുന്നണിയിലേക്ക് എടുക്കും. അതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു കളത്തിലേക്ക് കയറും. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട് രാഷ്ട്രീയം കൂടി കൈകാര്യം ചെയ്യുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തമിഴ്നാട്, കർണാടക, ആന്ധ്ര, കേരള 4 സംസ്ഥാനങ്ങളിൽ കൃത്യമായി ഭരണത്തിൽ ഉള്ള ഒരു പാർട്ടിയായി കോൺഗ്രസ് മാറും. അത് സൗത്ത് ഇന്ത്യയെ വച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യ പിടിക്കാനുള്ള ഒരു പണിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യ സമ്പൂർണ്ണമായി BJPക്ക് കീഴടങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതിൽ വ്യത്യാസം വരണമെങ്കിൽ 2029 ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതിനനുസരിച്ചായിരിക്കും ഇന്ത്യൻ രാഷ്ട്രീയവും ഇന്ത്യ മുന്നണിയുടെ രാഷ്ട്രീയവും BJPയുടെ രാഷ്ട്രീയവും പോകുന്നത്. അതിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിന് വലിയ സംഭാവന നൽകാനുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന സഖ്യം വേറൊരു തരത്തിലേക്ക് വളരുന്നുണ്ട്. അത് സൗത്ത് ഇന്ത്യയെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ഇനി തെലുങ്കാന കൂടി പിന്നെ ആന്ധ്രാപ്രദേശ് കൂടി പിടിച്ചാൽ, ചന്ദ്രബാബു നായിഡുവിൻ്റെ ആന്ധ്രയും കൂടെ പിടിക്കാൻ പറ്റിയാൽ ഒരു ബ്ലോക്ക് തന്നെ കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കും. അതിൽ തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ അകത്ത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുണ്ട്. പക്ഷേ DMK വീണ്ടും ഒരു പ്രാദേശിക മുന്നണിയായി മാറുകയാണ്. ദേശീയ തലത്തിലുള്ള മുന്നണിയായി നിൽക്കാനുള്ള ഒരവസരമാണ്, സ്റ്റാലിൻ്റെ അവസരമാണ് നഷ്ടമായത്. മമതാ ബാനർജിയും വെട്ടപ്പെട്ടു. അപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി 2 പാർട്ടികളുടെ 2 നേതാക്കളാണ് ഇന്ത്യ മുന്നണിയിൽ നിന്ന് പുറത്തു പോയതും പുതിയ നേതാക്കൾ ഇന്ത്യ മുന്നണിയിലേക്ക് വരികയും ചെയ്തു എന്നുള്ളതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നൽകിയ വലിയ ഒരു അനുഭവം.